സമരപോരാളിയായ വി എസ് നമ്മോട് ഭൗതികമായി യാത്ര പറഞ്ഞാൽ പോലും അദ്ദേഹം ജനമനസ്സുകളിൽ എന്നും ഒരു പോരാളിയായി തന്നെ ജീവിക്കും. അതിന് കാരണം അദ്ദേഹം നടത്തിയ സമരങ്ങളാണ്. ഒരർത്ഥത്തിൽ സമരം തന്നെയായിരുന്നു വി എസിൻ്റെ ജീവിതം. പാർട്ടിക്കകത്തും പുറത്തും പ്രതിയോഗികളോടും എന്തിനേറെ തന്നോട് തന്നെയും അദ്ദേഹം സമരം ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും വി എസും തമ്മിലുള്ള തർക്കങ്ങൾ, അതിൻ്റെ പേരിൽ പി ബിയിലെ ഏറ്റവും മുതിർന്ന അംഗമായ വി എസിനെ പി ബിയിൽ നിന്ന് വി എസിനെ മാത്രമല്ല പിണറായിയെയും താൽക്കാലികമായി തരം താഴ്ത്തി. പക്ഷേ പിണറായിയെ പി ബിയിലേക്ക് തിരിച്ചെടുത്തു, വി എസിനെ തിരിച്ചെടുത്തില്ല. 1964 പാർട്ടി പിളർന്നപ്പോൾ CPM രൂപീകരിക്കാനായി ഇറങ്ങി വന്ന 32 പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക നേതാവാണ് വി എസ്. എന്നിട്ടും അദ്ദേഹത്തെ പി ബിയിൽ നിന്ന് മാറ്റി നിർത്തിയ നേതാക്കൾക്ക് പ്രകാശ് കാരാട്ടിനും യെച്ചൂരിക്കും പോലും അദ്ദേഹത്തെ പി ബിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇനി അദ്ദേഹം പി ബിയിലേക്കോ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലേക്കോ മടങ്ങി വരാൻ ഉള്ള സാധ്യതയും ഇല്ല. എന്തായാലും സ്വാതന്ത്ര്യ സമരത്തിലും അതുപോലെ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരത്തിലും എല്ലാം സജീവമായി പങ്കെടുത്ത ഒരു നേതാവാണ് വി എസ്. പാറപ്പുറത്ത്, പിണറായിയിലെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമ്പോൾ ആദ്യകാല നേതാക്കളായ പി കൃഷ്ണപിള്ളയുടെ ശിഷ്യനായിട്ടാണ് വി എസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ഫാക്ടറി തൊഴിലാളിയായും തയ്യൽ തൊഴിലാളിയായും എല്ലാം പ്രവർത്തിച്ചിരുന്ന യുവാവിനെ സഖാവ് എന്ന് അറിയപ്പെട്ടിരുന്ന പി കൃഷ്ണപിള്ളയാണ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. തൻ്റെ ബാല്യകാലത്ത് തന്നെ വസൂരി പിടിവിട്ട് അമ്മയും ജ്വരം പിടിവിട്ട് അച്ഛനും നഷ്ടപ്പെട്ട അനാഥമായ ബാല്യം, ആ ബാല്യത്തെക്കുറിച്ച് വി എസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് സഖാവ് ദൈവവിശ്വാസിയല്ലാതായി മാറിയത് എന്ന് ചോദിച്ചപ്പോൾ വി എസ് പറഞ്ഞ ഒരു കഥ ഓർമ്മ വരികയാണ്. കഥയല്ല, അനുഭവം. തനിക്ക് വളരെ ചെറിയ പ്രായമുണ്ടായിരുന്ന തൻ്റെ ബാല്യത്തിൽ അമ്മയ്ക്ക് വസൂരി പിടിപെട്ടു. അക്കാലത്ത് വസൂരി പിടിപെട്ടാൽ രോഗം ബാധിച്ച ആളിനെ വീട്ടിന് ദൂരെയുള്ള ഓലക്കുടിലിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കുകയാണ് പതിവ്. പിന്നീട് അവർ പുറത്തു വരില്ല. ആ കുടിലിൽ രോഗി മരിച്ചു കഴിഞ്ഞാൽ കുടിലുൾപ്പെടെ കത്തിച്ചു കളയുകയായിരുന്നു രീതി. അങ്ങനെ അമ്മയെ അതുപോലെ പാടത്തിൻ്റെ നടുവിലെ കുടിലിൽ പാർപ്പിച്ചിരുന്നപ്പോൾ അമ്മയെ കാണണം എന്ന് വാശി പിടിച്ച് കരഞ്ഞിരുന്നു. അച്ഛൻ വി എസിനെയും കൊണ്ട് ദൂരെ നിന്ന് അവിടെ അമ്മയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കും. ആ സമയത്ത് ഓലയുടെ വിടവിലൂടെ അമ്മ തന്നെ കണ്ടിട്ടുണ്ടാവും എന്നാണ് വി എസ് കരുതുന്നത്. പക്ഷേ ഒരു ദിവസം അമ്മ മരിച്ചു, ആ കുടിൽ കത്തിച്ചു കളയുകയും ചെയ്തു. പിന്നീട് അച്ഛനായിരുന്നു എല്ലാം. വൈകാതെ ജ്വരം ബാധിച്ച് അച്ഛനും യാത്രയായപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടുപോയ വി എസ് ചോദിച്ചു, അച്ഛനെയും അമ്മയും സംരക്ഷിക്കാൻ കഴിയാത്ത, തന്നെ അനാഥനാക്കിയ ആ ദൈവത്തെ അന്ന് വിളിച്ചപ്പോൾ കേട്ടില്ല, പിന്നെ എന്തിന് താൻ ദൈവത്തെ വിളിക്കണം? ഇതായിരുന്നു വി എസിൻ്റെ പ്രതികരണം. അപ്പോൾ വയലാർ സമര പോരാളിയും എല്ലാമായിരുന്ന വി എസ് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ മാത്രമല്ല പാർട്ടി സംവിധാനങ്ങളിലും മുന്നിലായിരുന്നു. സംസ്ഥാന പാർട്ടി സെക്രട്ടറിയായി പതിറ്റാണ്ടോളം അദ്ദേഹം പ്രവർത്തിച്ചു. കൺവീനറായി പ്രവർത്തിക്കുന്ന കാലത്താണ് പ്രതിപക്ഷങ്ങളെ
ഏകോപിപ്പിക്കാനും എന്താണ് ഒരു ഇടതുമുന്നണി കൺവീനർ എന്ന് മലയാളിയെ കാണിച്ചു തന്നതും BS ആണ്. ഇടതുമുന്നണി കൺവീനറായിരിക്കെ അദ്ദേഹം നടത്തിയ യാത്രകൾ മതികെട്ടാൻ മലയിലേക്കും പൂയംകുട്ടിയിലേക്കും പറമ്പുകുളത്തേക്കും മുല്ലപ്പെരിയാറിലേക്കും എല്ലാം BS നടത്തിയ യാത്രകൾ വളരെ വലിയ വാർത്തകളായി. കൺവീനറായിരിക്കുന്ന കാലത്താണ് കർക്കശക്കാരനായിരുന്ന മാധ്യമങ്ങളെ അകറ്റി നിർത്തിയിരുന്ന BS മാധ്യമങ്ങളോട് അടുത്ത് ഇടപഴകുകയും അദ്ദേഹം മാധ്യമങ്ങളിൽ പലപ്പോഴും വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്തത്. അപ്പോൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ, PB അംഗമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാരാട്ടിനോടും സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായിയോടും എല്ലാം തന്നെ കലഹിക്കുകയും വിയോജിപ്പുകൾ പരസ്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. അതിന് ഉദാഹരണമാണ് കൂടംകുളം പദ്ധതിക്ക് എതിരെയുള്ള സമരം. അവിടേക്ക് പോകരുത് എന്ന് PB വിലക്കിയിട്ടും മുഖ്യമന്ത്രിയായിരുന്ന VS കൂടംകുളത്തേക്ക് പോയി. അതുപോലെ തന്നെ നയനാർ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം നടത്തിയ പറമ്പിക്കുളം യാത്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. മന്ത്രിയായിരുന്ന ബേബി ജോൺ, ജലസേചന മന്ത്രിയായിരുന്ന ബേബി ജോണിന് അതോടെയാണ് വകുപ്പ് ഒഴിയേണ്ടി വന്നതും മറ്റൊരാൾ ജലസേചന മന്ത്രിയായി മാറിയത്. അപ്പോൾ കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പറമ്പുകുളത്ത് നിന്ന് നമുക്ക് ലഭിക്കേണ്ട വെള്ളത്തിന് വേണ്ടി, മുല്ലപ്പെരിയാർ പദ്ധതിയിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട വെള്ളത്തിന് വേണ്ടി, അങ്ങനെ സംസ്ഥാന താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക്, പാർട്ടി താൽപ്പര്യങ്ങൾക്ക് അതീതമായി തന്നെ ഒരു നിലപാട് ഏത് കാലത്തും VS സ്വീകരിച്ചിരുന്നു. അപ്പോൾ VSന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ അദ്ദേഹം മലമ്പുഴയിൽ മത്സരിക്കാനായി വന്നത് തന്നെ ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ്. കാരണം പാർട്ടി ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ VSും പിണറായിയും മത്സരിക്കേണ്ട എന്ന തീരുമാനം PB കൈക്കൊണ്ടപ്പോൾ ജസ്റ്റിസ് VR കൃഷ്ണയ്യരടക്കം പ്രൊഫസർ അഴീക്കോടടക്കം ഉള്ള പ്രഗത്ഭരും കേരളത്തിലെ ജനങ്ങളും VS സ്ഥാനാർത്ഥിയാവണം എന്നാവശ്യപ്പെട്ട് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് കത്തെഴുതുകയായിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റികൾ പരസ്യമായി തന്നെ പ്രമേയങ്ങൾ പാസാക്കി VS സ്ഥാനാർത്ഥിയാകണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവണം ജനങ്ങളുടെ ആവശ്യത്തിന് കീഴടങ്ങിക്കൊണ്ട് CPM VSനെ മത്സരിപ്പിച്ചത്. എന്നാൽ ആ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരുന്നു. മാരാരിക്കുളത്ത് നിസ്സാര വോട്ടിന് VS പരാജയപ്പെട്ട ചരിത്രമുണ്ട്. അദ്ദേഹത്തെ അന്ന് പരാജയപ്പെടുത്തിയ കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് അടുത്ത ദിവസങ്ങളിലാണ് മരിച്ചത്. അപ്പോൾ മാരാരിക്കുളത്ത് നടന്ന അട്ടിമറി പോലെ ഒരു അട്ടിമറി സംഭവിക്കാതിരിക്കാനാണ് മലമ്പുഴ എന്ന് പറയുന്ന വളരെ സുരക്ഷിതമായ മണ്ഡലത്തിൽ VS മത്സരിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചു. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ കിട്ടിയ വിവരം ഒരു അട്ടിമറി മലമ്പുഴയിലും സംഭവിക്കുമെന്നാണ്. ആ വിവരം VSനെ അറിയിക്കുകയും നേരിട്ട് VSനോടത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമായിരുന്നു. താൻ അങ്ങനെ പറയും എന്നായിരുന്നു. നാളെ കാണാം, നാളെ സംസാരിക്കാമെന്നും പറഞ്ഞു. പിറ്റേ ദിവസം അതേ സമയത്ത് എന്നെ വിളിച്ച് ചെല്ലാൻ പറയുകയും പാലക്കാട് റെസ്റ്റ് ഹൗസിൽ അദ്ദേഹം താമസിച്ചിരുന്ന മുറിയിലെത്തുമ്പോൾ താങ്കൾ പറഞ്ഞതെല്ലാം ശരിയാണ്, അതെല്ലാം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കൃഷ്ണദാസിനെയും പ്രഭാകരനെയും ഞാൻ കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മുൻമന്ത്രി NN കൃഷ്ണദാസും ഇപ്പോഴത്തെ മലമ്പുഴ MLA പ്രഭാകരനുമായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല. എന്നിട്ടും വോട്ടെണ്ണിയപ്പോൾ എതിർ സ്ഥാനാർത്ഥി സതീശൻ പാച്ചേനി വളരെ വലിയ വോട്ടുകൾ ആണ് പിടിച്ചത്. VS കഷ്ടിച്ച് 3000-ലേറെ വോട്ടിനാണ് മലമ്പുഴയിൽ വിജയിച്ചത്. അതിനു മുമ്പ് മത്സരിച്ച
പാർട്ടി നേതാക്കളെല്ലാം തന്നെ വൻ ഭൂരിപക്ഷത്തിലാണ് മലമ്പുഴയിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത്. കൃഷ്ണദാസ്, പഴയ പാലക്കാട് നഗരസഭാ ചെയർമാനായിരുന്ന കൃഷ്ണദാസ്, LDF കൺവീനറായിരുന്ന കുഞ്ഞിക്കണ്ണൻ, EK നയനാർ, മുൻ മന്ത്രിയായിരുന്ന T ശിവദാസ മേനോൻ തുടങ്ങി മലമ്പുഴയിൽ മത്സരിച്ചവരെല്ലാം 1,00,000-ലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചിടത്താണ് VS വെറും 3000-ലേറെ വോട്ടിന് ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പക്ഷേ പിന്നീട് ആവർത്തിച്ചുള്ള തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം VSൻ്റെ ഭൂരിപക്ഷം 20,000-വും 25,000-വുമായി ഉയരുകയും ചെയ്തു. അങ്ങനെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന പ്രവർത്തന രീതി പരീക്ഷിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ഒരു നേതാവാണ് VS. കാരണം പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പാർട്ടി നയങ്ങൾക്കെതിരെ, തെറ്റായ നയങ്ങൾക്കെതിരെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും പാർട്ടിക്കകത്ത് ഒരു തിരുത്തൽ ശക്തിയായി മാറുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയായി അദ്ദേഹം അധികാരമേറ്റപ്പോൾ എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള VS, അതും ഒരു തയ്യൽ തൊഴിലാളിയായിരുന്ന VS, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി ശോഭിക്കുമോ? എല്ലാവർക്കും ആശങ്കയായിരുന്നു. പക്ഷേ VSൻ്റെ കാലം ഒരു പരാതിയുമില്ലാതെ, ആരോപണങ്ങളില്ലാതെ താൻ നല്ലൊരു ഭരണാധികാരിയാണ് എന്ന് തെളിയിക്കാൻ VSന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നടന്ന ആ തിരഞ്ഞെടുപ്പിൽ VS മത്സരിച്ചെങ്കിലും 3 MLA-മാരുടെ അഭാവത്തിലാണ് LDFന് ഭരണം നഷ്ടപ്പെട്ടതും ഉമ്മൻചാണ്ടി അധികാരത്തിലെത്തിയത്. അപ്പോൾ അന്ന് വലിയ ആരോപണം ഉയർന്നിരുന്നു. കാരണം നിസ്സാര വോട്ടിന് 3 സീറ്റുകൾ നഷ്ടപ്പെട്ടത് ഇടതുപക്ഷത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്, അതിന് പിന്നിൽ വിഭാഗീയത പ്രവർത്തിച്ചിരുന്നു എന്നുപോലും ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ അതാണോ യാഥാർത്ഥ്യമെന്നറിയില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി മാറിയ 2016-ലെ തെരഞ്ഞെടുപ്പ് കാലത്തും പാർട്ടിയെ നയിച്ചത്, ഇടതുപക്ഷത്തെ നയിച്ചത് VS തന്നെയായിരുന്നു. കണ്ണേ കരളെ VS എന്നുള്ള സഖാക്കളുടെ മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിൻ്റെ പേരിൽ VSനെ പരസ്യമായി പാർട്ടി ശാസിച്ചിട്ടുണ്ട്. VSൻ്റെ പോസ്റ്ററുകളും പ്രചരണങ്ങളും നടത്തിയവരെ പോലും വിഭാഗീയതയുടെ പേരിൽ മാറ്റി നിർത്തിയിരുന്ന കാലം. ഇന്നാകട്ടെ മുഖ്യമന്ത്രി പിണറായിക്ക് വേണ്ടി തിരുവാതിര കളിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി ടെലിഫിലിം നിർമ്മിക്കുന്നു, അദ്ദേഹത്തെ ലെജൻഡായി ചിത്രീകരിക്കുന്നു. അങ്ങനെ വ്യക്തിപൂജ, അദ്ദേഹത്തിൻ്റെ പേരിൽ കവിതകൾ വരുന്നു, അദ്ദേഹത്തെ കഴുകനോടും സൂര്യനോടുമെല്ലാം ഉപമിക്കുന്നു. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ തന്നെ പറയുന്നു, പിണറായി സൂര്യനാണ്, ആ സൂര്യൻ്റെ അടുത്ത് പോയാൽ കരിഞ്ഞു പോകും. അങ്ങനെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിശേഷിപ്പിക്കേണ്ടത്? അങ്ങനെ ഒരുപാട് സമരപഥങ്ങളിലൂടെ ആണ് VS സഞ്ചരിച്ചത്. VS അച്യുതാനന്ദൻ എന്ന VS എന്ന ചുരുക്കപ്പേരിൻ്റെ അർത്ഥം വിക്ടറി എഗൻസ്റ്റ് സ്ലേവറി എന്നാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അടിമത്വത്തിനെതിരെ, അത് എവിടെയായാലും, പാർട്ടിക്കകത്തായാലും ഭരണത്തിലായാലും പ്രതിപക്ഷത്തായാലും ഭരണകക്ഷിയായാലും, അടിമത്വത്തിനെതിരെ, സ്വാതന്ത്ര്യമില്ലായ്മയ്ക്കെതിരെ ഉള്ള നിരന്തരമായ പോരാട്ടം, അതായിരുന്നു VSൻ്റെ മുഖമുദ്ര.